കുന്നോളം ആഗ്രഹങ്ങളുമായി ഇറങ്ങി തിരിച്ച ഒരു കൂട്ടം മനുഷ്യർക്ക് മുമ്പിൽ കാറ്റും മഴയും മലകളും ഒക്കെ തോറ്റുപോയ ഒരു കഥ കേൾക്കണോ? ജെൻസിയിൽ നിന്നും ജെൻ ആൽഫയിലെത്തി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലെ പഴയ 90s കിഡ്സിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് കൂടിയായിരുന്നു ഈ ഒരു ട്രിപ്പ്. പാട്ടും ഡാൻസും കളികളും ചിരികളും ഒക്കെ ഉണ്ട്. അപ്പം നമുക്കിനി ഇടുക്കി ഡാമും കാൽവരി മൗണ്ടും കണ്ട് നേരെ നമ്മുടെ രാമക്കൽമേട്ടിലെ ആമപ്പാറയും കുറവൻകുരുത്തി സ്റ്റാച്ചുവും പിന്നെ നമ്മുടെ വേഴാമ്പൽ പ്രതിമയൊക്കെ ഒന്ന് പോയി കണ്ടാലോ? അപ്പോൾ ഇറ്റ്സ് മീ അനൂപ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദേ നമ്മുടെ സാരഥി അരിയാർക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ റെഡിയല്ലേ? പിന്നെ ദേ ഇവരെയൊക്കെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഇവരൊക്കെ ആകെ ക്ഷീണിച്ച് വിഷമിച്ച് ഇരിക്കുകയാണെന്നല്ലേ. അങ്ങനെയാണോന്ന് നമുക്കൊന്ന് നോക്കിയാലോ മക്കളെ? പടം ഇൻ്റർവെല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ക്ലൈമാക്സ് വരെ നിങ്ങളെല്ലാവരും കൂടെ തന്നെ കട്ടക്ക് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പടം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേക്കും ഇവരൊക്കെ തോറ്റു തുന്നം പാടിയോന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ. എന്തായാലും വാവക്കൂട്ടം വെള്ളമൊക്കെ കുടിച്ചിട്ടേ എന്തിനൊക്കെ ഒരുങ്ങി കെട്ടി ഇരിപ്പുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പാട്ടും ഡാൻസൊക്കെ മുഴുവിപ്പിക്കുന്നതിന് മുമ്പേ നമ്മൾ നമ്മുടെ സ്വന്തം ഇടുക്കി ഡാമിൻ്റെ മുമ്പിലെത്തി. നമ്മുടെ കുറവൻകുറുത്തി മലകൾക്ക് നടുവിലായിട്ട് സ്ഥിതി ചെയ്യണ നമ്മുടെ ആ ഇടുക്കി ഡാം കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാവോ? പക്ഷേ ഞങ്ങൾ ആ ഒരു സൈഡിലായിട്ട് നിന്നതുകൊണ്ട് നമുക്ക് അത്ര നന്നായിട്ട് ആ ഡാമിൻ്റെ ഭംഗി പകർത്താൻ പറ്റിയില്ല. എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് എടുത്തിട്ടുണ്ട്. ആ ചുരം ഇറങ്ങി വരണ ആ ബസ്സിൻ്റെ കാഴ്ച ഒന്ന് നോക്കി. എത്ര മനോഹരമായിട്ടാണ് ആ ബസ്സിൻ്റെ ഡ്രൈവർ ആ ചുരമൊക്കെ വളച്ചെടുക്കണമെന്ന്. നമ്മുടെ ബസ്സും അവിടെ ഒതുങ്ങിക്കൂടി നാണിച്ച് ഒരു സൈഡിൽ കിടപ്പുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ സൈഡിലായിട്ട് ഇതേ നമ്മുടെ ഉപ്പിലിട്ടത്, അതായത് നമ്മുടെ നെല്ലിക്ക, മാങ്ങ, അങ്ങനെയുള്ള പൈനാപ്പിൾ എല്ലാം ഉപ്പിലിട്ട് ഇത് വിൽക്കണ ഒരു കടയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ആവശ്യത്തിന് ഉപ്പിലിട്ട ഐറ്റംസൊക്കെ മേടിച്ചിട്ടാണ് പിന്നെ ബസ്സിൽ കയറി യാത്ര തുടങ്ങിയത്. കുറച്ച് ദൂരം അങ്ങ് പോയപ്പോഴത്തേക്കും ദേ ഒരു കപ്പൽ, അതും വെറും കപ്പലല്ല, നമ്മുടെ വാസ്കോഡി ഗാമയുടെ കപ്പൽ. എന്തായാലും അങ്ങനെ നമ്മുടെ വാസ്കോഡി ഗാമയുടെ കപ്പലും നമ്മുടെ മലമുകളിൽ കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അവിടെ നിന്ന് നമ്മൾ പതിയെ ഇങ്ങനെ നീങ്ങി വന്നപ്പോഴത്തേക്കും നമ്മുടെ കാൽവരി മൗണ്ട് എത്തി. ഇനി നമുക്ക് നമ്മുടെ കാൽവരി മൗണ്ടിലെ കാഴ്ചകളൊന്ന് കണ്ടാലോ? വളരെ മനോഹരമായിട്ടുള്ള ഒട്ടനവധി കാഴ്ചകളുള്ളൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ കാൽവരി മൗണ്ട്. അപ്പോൾ നമ്മൾ ബസ്സൊക്കെ പാർക്ക് ചെയ്ത് പതിയെ അവിടെ ഇരുന്നൊരു സെൽഫിയൊക്കെ എടുത്ത് നമ്മൾ കാൽവരി മൗണ്ടിലേക്ക് കടക്കുകയാണ്. ആ മലനിരകൾക്കിടയിലൂടെ ശാന്തമായി ഇരുമലകളെയും തഴുകിക്കൊണ്ടൊഴുകുന്ന പുഴയെ നോക്കി എത്ര നേരം നിന്നാലും നമുക്ക് മതിയാവില്ല. കൊള്ളാലോ, ചെറുതായിട്ട് കവിതയൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ കവിത വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കേട്ടിട്ടില്ലേ, പാടാത്ത വീണയും പാടും. എന്തായാലും കവിതയൊന്നും പാടി നിങ്ങളെ ബോറടിപ്പിക്കാൻ ഞാനില്ല. നിങ്ങളിവിടുത്തെ ഭംഗിയൊന്നും നോക്കി, എത്ര മനോഹരമായിട്ടുള്ള ഫ്രെയിമുകളാണ്. ആ പുഴുവിനെ കണ്ടോ? ആ പുഴയിൽ നിന്ന് കയറി വരുന്ന ഒരു പുഴുവിനെ പോലെ തന്നെ അത് നല്ല ഭംഗിയായിട്ട് അവിടെ അതിൻ്റെ ശില്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പുറകിലായിട്ട് കാണുന്ന ആ ഒരു മലനിരകളും അവിടുത്തെ ആ ഫ്രെയിമൊക്കെ കാണാൻ എന്താ ഒരു ഭംഗി. അതിനിടയിൽ നമ്മുടെ വാവക്കുട്ടൻ അവിടെ ഒരാളെ കണ്ട് പേടിച്ച് നിൽക്കുന്നുണ്ട്. വാവക്കുട്ടന് ഏറ്റവും ഇഷ്ടവും ആന തന്നെയാണ്, എന്നാൽ അടുത്ത് കണ്ട ഏറ്റവും പേടിയും ആന തന്നെയാണ്. പക്ഷേ ഈ ആനയെ നമ്മൾ ബസ്സിലൊക്കെ ഇരുന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും അവിടെ ഒരു ആന നിൽക്കണ തന്നെ തോന്നി കേട്ടോ. അത്ര പെർഫെക്റ്റായിട്ട് അതിൻ്റെ ശില്പി ആ ആനയെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വാവക്കുട്ടന് ആനയെ വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ നന്നായിട്ട് പേടിയുമാണ്.
അതുകൊണ്ട് തന്നെ വാവക്കുട്ടൻ ആനയുടെ അടുത്തേക്ക് പോകുന്ന പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മയും അച്ഛനൊക്കെ കുറേ നിർബന്ധിച്ച് പതിയെ പേടിയൊക്കെ മാറ്റാൻ നോക്കിയെങ്കിലും ആദ്യമൊക്കെ കുറേ നേരം വാവക്കുട്ടൻ വേണ്ടെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാനും മിച്ചുമൊക്കെ ഒന്ന് ആനയുടെ അടുത്തൊക്കെ പോയി നിന്ന് വാവക്കുട്ടൻ കാണിച്ചു കൊടുത്തപ്പോൾ അമ്മയുടെ ഒപ്പം പോയി ആൾ കുറച്ച് നേരം അവിടെ നിന്നെങ്കിലും വേണ്ടാന്ന് അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് പോകാമെന്ന് പറയുമായിരുന്നു. അപ്പോഴും ചെറിയ പേടിയുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആനയെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ആൾ കാണാറുള്ളത് ആനയുടെ കാർട്ടൂൺ തന്നെയാണ്. ആദ്യം വൈകിയും പിന്നെ സെൽഫി എടുക്കുന്ന തിരക്കില്ല. അങ്ങനെ വാവക്കുട്ടൻ്റെ ഡാൻസും കണ്ട് ആസ്വദിച്ചിരുന്നപ്പോഴേക്കേ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള രാമക്കൽമേട്ടിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിടുത്തെ ജീപ്പ് സഫാരിയാണ് എടുത്തത്. ഈ ഒരു പാക്കേജിൽ നമുക്ക് ജീപ്പ് സഫാരി ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ നേരെ ജീപ്പ് സഫാരി എടുത്ത് ആദ്യം പോണത് നമ്മുടെ ആമപ്പാറയിലേക്കാണ്. അപ്പോൾ ഈ ഒരു ജീപ്പ് സഫാരിയിൽ 8 പേരാണ് ഒരു ജീപ്പിൽ വരിക. നമ്മൾ രാമക്കൽമേട്ടിൽ കുറച്ചുള്ളിലേക്ക് കയറിയിട്ടാണ് ആമപ്പാറ. ജീപ്പ് സഫാരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഓഫ് റോഡാണ് ജീപ്പ് പോകുന്നത്. പിന്നെ നമ്മുടെ ഡ്രൈവർ വളരെ വിദഗ്ധനായിട്ടുള്ളൊരു ഡ്രൈവർ തന്നെയായിരുന്നു. ഭയങ്കരമായിട്ടുള്ള ഓഫ് റോഡായിരുന്നു. കുന്നും മലയും ഒക്കെ കയറിയാണ് ജീപ്പ് പോകുന്നത്. കയ്യിൽ വാവക്കുട്ടൻ ഉണ്ടായിരുന്നു. പിന്നെ സൈഡിൽ തന്നെ ഒരു ചെറിയ സീറ്റായിരുന്നു ഇച്ചു ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിയും വലിയ രീതിയിലുള്ള ഓഫ് റോഡായിരുന്നു. വലിയ രീതിയിലുള്ള കുന്നും മലകളും, അതിൽ തന്നെ ആ ജീപ്പ് കഷ്ടിച്ച് പോകാനുള്ള ഒരു റോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആ ഓഫ് റോഡ് ജീപ്പ് സഫാരിയുടെ ഭംഗി നല്ല രീതിയിൽ പകർത്താനായിട്ട് എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. എനിക്ക് കുറേ പരിമിതികളുണ്ടായിരുന്നു. വാവക്കുട്ടനൊക്കെ കയ്യിലുള്ളതുകൊണ്ട് വളരെ സൂക്ഷിച്ച് തന്നെയായിരുന്നു ഇരുന്നിരുന്നത്. കാരണം അത്ര വലിയ കയറ്റങ്ങളും ഇറക്കങ്ങളും വലിയ കല്ലുകളൊക്കെ ഉള്ള റോഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ക്യാമറയൊന്നും പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ നമ്മുടെ രാമക്കൽമേടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇടുക്കിയിലെ തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് രാമക്കൽമേട്. സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരത്തിലാണ് രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ കാറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. ഇവിടുത്തെ കാറ്റ് നല്ല കാറ്റാണ്. മണിക്കൂറിൽ ശരാശരി 32.5 കിലോമീറ്റർ വേഗത്തിലാണ് ഇവിടെ കാറ്റ് വീശുന്നത്. അത് തന്നെ ചിലപ്പോൾ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗം വരെയൊക്കെ വരാറുണ്ടെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒന്ന് നമുക്ക് തമിഴ്നാടിൻ്റെയൊക്കെ ദൂരക്കാഴ്ചകളും അവിടുത്തെ കൃഷിയിടങ്ങളും പിന്നെ കുറേ അധികം വിൻമില്ല് ഫാമുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ കാറ്റിന് ഇത്രയും ശക്തി ഉള്ളത് കൊണ്ട് തന്നെ വിൻമില്ല് നല്ല രീതിയിൽ ഇവിടെ വർക്കാവും. അപ്പോൾ പിന്നെ ഇവിടുത്തെ ഭംഗി അത് ഭയങ്കര മനോഹരമാണ്. പിന്നെ ഇവിടെ ഒരു അഡ്വഞ്ചറായിട്ടുള്ള ഗുഹയുണ്ട്. അതായത് നമുക്ക് നടന്നൊന്നുമല്ല, കിടന്നും ഇഴഞ്ഞും ഒക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗുഹ. അത് നല്ല രീതിയിൽ തന്നെ അഡ്വഞ്ചറായിട്ടുള്ള ഒന്നാണ്. കുറച്ച് സാഹസികമാണ്. വാവക്കുട്ടനൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പോയില്ല. ആദ്യം വൈകിയും മറ്റുള്ളവരൊക്കെ പോയിരുന്നു. പിന്നെ നമ്മൾ പതുക്കെ ആമപ്പാറയിൽ നിന്ന് അവിടെ നിന്ന് തൊട്ടടുത്തുള്ള ഒരു മല കൂടിയുണ്ട്. നമ്മൾ അടുത്തതായിട്ട് അങ്ങോട്ടാണ് പോയത്. പിന്നെ രാമക്കൽമേടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഐതിഹ്യം കൂടിയുണ്ട്. രാമൻ്റെ കാൽപ്പാട് പതിഞ്ഞ ഒരു പാറ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റ് ലഭിക്കുന്ന ഒരു സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ രാമക്കൽമേട്. പിന്നെ ഇവിടുത്തെ ഭംഗിയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങളൊക്കെ ഈ നടക്കണേൻ്റെ ഇടയിൽ തന്നെ അവിടെ കാറ്റ് വീശണേൻ്റെ ശക്തിയെന്നും അതിൻ്റെ ഇടയിൽ പാടുപെട്ടിട്ടൊക്കെയാണ് ഓരോ ഫുട്ടേജസും നമ്മൾ ഷൂട്ട് ചെയ്യണത്. അപ്പുറത്ത് കാണുന്നതെല്ലാം തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് തമിഴ്നാട് ബോർഡർ. ഈ ഒരു പാറയുടെ മുകളിലൊക്കെ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവിടെ വരണുണ്ടെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടെ പാറയുടെ മുകളിലൊക്കെ നിൽക്കാൻ. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാറ്റാണ്, അത്ര ശക്തിയായിട്ടുള്ള കാറ്റാണ് ഇവിടെ വീശിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സൂക്ഷിച്ചൊക്കെ നിന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള അപകടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത്രയൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടും അഡ്വഞ്ചർ ഉണ്ടായിട്ടും ഇവിടെ ഇത്രയധികം ആളുകൾ വരുന്നത് ഇവിടുത്തെ ഈ ഭംഗി തന്നെയാണ്.
ഇതൊക്കെ നമ്മൾ ഇപ്പോൾ കണ്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതൊക്കെ ഒരിക്കലെങ്കിലും നമ്മൾ അറിഞ്ഞും കണ്ടും ഒക്കെ ഇരിക്കേണ്ടത് എല്ലാവരുടെ ജീവിതത്തിലും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ ഓരോ യാത്രകളും നമുക്ക് കുറേ അധികം ഓർമ്മകളൊക്കെ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഈ യാത്രയും ഞങ്ങൾക്ക് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാമക്കൽമേടിലെ ഇവിടുത്തെ മലമുകളിലെ കാഴ്ചകളൊക്കെ കണ്ട് പതിയെ തിരിച്ചിറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് അവിടുത്തെ കുറവൻ കുറുത്തി സ്റ്റാച്ചു ഉണ്ട് അവിടെ. പിന്നെ ഒരു വേഴാമ്പൽ വാച്ച് ടവറൊക്കെ ഉണ്ട്. നേരെ നമ്മൾ അങ്ങോട്ടാണ് പോയത്. ഈ ഒരു യാത്ര ഞങ്ങളെ സംബന്ധിച്ച് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു. എന്നെന്നും ഓർക്കാനായിട്ട് ഒരു പിടി കുറേ നല്ല ഓർമ്മകൾ ഞങ്ങൾക്ക് ഈ ഒരു യാത്രയിലൂടെ കിട്ടി. ഇത് എന്നും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു യാത്ര തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് ചെല്ലണ സമയത്ത് അവിടെ എൻട്രൻസിൽ തന്നെ ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. വാവുകുട്ടൻ നേരെ അവിടെ കയറി. അവിടെ ഒരു എൻട്രി ഫീസൊക്കെ ഉണ്ട് കേട്ടോ. വാവുകുട്ടൻ അവിടെ കുറച്ച് നേരം കളിച്ചു. വാവുകുട്ടൻ മാത്രമല്ല, ആദ്യം വൈകിയൊക്കെ കുറച്ച് നേരം അവിടെ കളിച്ചു. പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോൾ അവർക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റണം നല്ല രീതിയിൽ തന്നെ അവർ ആ പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് നേരം ആ പാർക്കിൽ നിന്നില്ല, കാരണം നമുക്ക് പോകേണ്ട സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ അവിടെ പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ടത് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ മേടിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ സ്റ്റാച്യൂവിൻ്റെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ആ സ്റ്റാച്യൂവിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ഒക്കെ അവർ നേരെ ആ മലമുകളിലേക്കൊക്കെ നോക്കിയിരിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. അതേപോലെ തന്നെ ആ വേഴാമ്പലിൻ്റെ ആ വാച്ച് ടവർ, അതും വളരെയേറെ ഭംഗിയുള്ള ഒന്ന് തന്നെയാണ്. ഒരിക്കലെങ്കിലും നമ്മൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. രാമക്കൽമേട് അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ പതിയെ തിരിച്ച് നമ്മുടെ ബസ്സിൻ്റെ അടുത്തേക്ക് എത്തി. നമ്മുടെ ബസ് നമ്മളെ കാത്ത് അവിടെ അങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ഇവിടുന്ന് പോകുന്ന കാര്യത്തിൽ നമുക്ക് സങ്കടമുണ്ടെങ്കിലും പിന്നെ ഈ ഒരു സിറ്റിയുടെ പേര് ബാലംപിള്ള സിറ്റി എന്നാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഗ്രൂപ്പ് സെൽഫിയൊക്കെ എടുത്തിരുന്നു. പിന്നെ നേരെ നമ്മൾ നമ്മുടെ യാത്ര വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇസ്മി അനു സൈനിങ് ഓഫ്. പുതിയൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ പെട്ടെന്ന് എത്തും.